ലൈഫിൽ വമ്പൻ പ്ലാൻസ് ഒക്കെ നടക്കി ഫ്ലോപ്പായി പോയി ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ ആവണം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ, നമ്മുടെ പാരൻസിൻ്റെ മുമ്പിൽ, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മുമ്പിൽ, നമ്മുടെ ചർച്ച് മേറ്റ്സിൻ്റെ മുമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണം, സക്സസ് ആവണം, ഇങ്ങനെ എത്തണം, അവിടെ എത്തണം, കുറേ പ്ലാനിങ്സ് ഒക്കെ കാണും. കൊച്ചിലെ തൊട്ട് നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ പേരൻസ്, ടീച്ചേഴ്സ്, നമുക്ക് ചുറ്റുമുള്ള കുറേ പേര്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഉൾപ്പെടെ. അതുകൊണ്ട് നമ്മൾ കുറേ സ്വപ്നങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുമായിരിക്കും. പെട്ടെന്നാണ് നമ്മുടെ ലൈഫിൽ ഒരു സഡൻ സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ഒത്തിരി പേര് കാണും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം നമുക്ക് അറിയാനേ പറ്റില്ല. ആക്ച്വലി ആരോടും മിണ്ടാൻ തോന്നത്തില്ല, പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, ബൈബിൾ വായിക്കാൻ തോന്നത്തില്ല, ചർച്ചിൽ പോകാൻ തോന്നത്തില്ല, ദൈവമായിട്ട് റിലേഷൻ പോലും വേണമെന്ന് തോന്നത്തില്ല. പിന്നെ മനുഷ്യരോടും നമ്മൾ ചില കോൾസൊക്കെ ഇഗ്നോർ ചെയ്ത് കളയാറില്ലേ, ചില മെസ്സേജസ് ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കാതിരിക്കത്തില്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പ്രത്യേകിച്ച് അവരോട് പറയാനില്ല. നമ്മൾ എന്നാ പറയാനാ? നമ്മൾ പ്ലാനിങ് ഒന്നും നടക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ലൈഫ് പോകുന്നില്ല. ആക്ച്വലി നമ്മളൊരു വലിയ സിഗ്നലിൻ്റെ അവിടെ ചെന്നിട്ട് റെഡ് ലൈറ്റ് കത്തി കുറേ നേരമായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ. മുന്നോട്ട് പോകാനും പറ്റത്തില്ല, പുറകോട്ട് വണ്ടി എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരും. എങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാത്ത ആ സാഹചര്യത്തിൽ കട്ടിലേ കിടന്ന് ചുമ്മാ ദൈവത്തോട് ചോദിക്കും, ദൈവമേ എന്നാ എൻ്റെ ലൈഫിൽ ഇങ്ങനെ, ഞാൻ ആഗ്രഹിച്ച പോലെ ഒന്നും എൻ്റെ ലൈഫ് പോകുന്നില്ലല്ലോ, ഞാൻ ആഗ്രഹിച്ച പോലെ, ഞാൻ പ്രാർത്ഥിച്ച പോലെ, എന്നോട് ആരൊക്കെ പറഞ്ഞ പോലെ ഒന്നും എൻ്റെ ലൈഫ് പോകുന്നില്ലല്ലോ, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നതാ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കിട്ടിയൊരു ആൻസർ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ദൈവം പറയുന്നത് എന്നാണെന്നറിയോ, നീ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു റൂട്ടിൽ കറക്റ്റ് അല്ലായിരുന്നു. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി നീ ഉദ്ദേശിക്കുന്നതിലും വലുതാണ്. മീൻസ് ഞാൻ എന്നെക്കുറിച്ച് ഡ്രീം ഉണ്ടല്ലോ, ആ ഡ്രീം അല്ല ദൈവത്തിൻ്റെ ഡ്രീം. എൻ്റെ ഡ്രീമിനേക്കാളും വലിയൊരു ഡ്രീമാണ് ദൈവത്തെ എന്നെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ആ ഒരു ഡ്രീമിലോട്ട് എന്നെ വഴിതിരിച്ചു വിടാൻ വേണ്ടി ആ ദൈവം എൻ്റെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത്. എനിക്ക് ഉറപ്പാണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതിൽ നിന്നൊരു വ്യതിയാനം ഉണ്ട്. നമ്മൾ വേറൊരു റൂട്ടിലോട്ട് പോകുമ്പോഴാണ് ദൈവം നമുക്കൊരു സഡൻ സ്റ്റോപ്പ് തന്നെ. കുറച്ച് പെയിൻഫുള്ളാണ്, പക്ഷേ നമ്മൾ പോയ റൂട്ട് പോയാൽ അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അതിലും ഭേദമല്ലേ ഒരു ചെറിയ പെയിൻ. അങ്ങനെ സിറ്റുവേഷനിൽ കടന്നു പോയപ്പോൾ ദൈവം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നീ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതിനേക്കാളും വലുതാണ്. സോ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് പോകാനൊരു ഇഷ്ടം, ആഗ്രഹം, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് പോകും. ദൈവം എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു അത് നമ്മുടെ ലൈഫിൽ നടക്കട്ടെ, അല്ലേ?